വിശുദ്ധ ഹജ്ജിന്റെ പരമപ്രധാന ചടങ്ങാണ് അറഫ സംഗമം എന്നറിയാം. ഈ അറഫ സംഗമത്തിനായി ലോകത്തിന്റെ വിവിധ കോണുകളിൽ നിന്നെത്തിയ ലക്ഷക്കണക്കിന് ഹാജിമാർ ഇന്ന് അറഫ മൈതാനിയിൽ സംഗമിക്കും. ആത്മസമർപ്പണത്തിന്റെയും പാപമോചന പ്രാർത്ഥനകളുടെയും ദിനത്തിൽ അറഫയിൽ ഇന്ന് ഉച്ചയോടെ 18 ലക്ഷത്തിലധികം ഹാജിമാർ ഒരുമിക്കും എന്നാണ് പ്രതീക്ഷ. കഴിഞ്ഞ ദിവസം മിനായിൽ തർവിയ ദിന ചടങ്ങുകൾ പൂർത്തിയാക്കിയ ശേഷമാണ് ഹാജിമാർ അറഫയിലേക്ക് പുറപ്പെട്ടത്. ജാഫർ അലി പാലക്കോട് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നു. ജാഫർ അലി, ഗുഡ് മോർണിംഗ്. ഇന്ന് അറഫ സംഗമത്തിന്റെ വിവരങ്ങൾ പങ്കുവയ്ക്കൂ. ഇന്നലെ വിശുദ്ധ ഹജ്ജ് കർമ്മങ്ങളുടെ ആദ്യ ദിവസമായിരുന്നു. തമ്പുകളുടെ നഗരമായ മിനായിൽ പ്രാർത്ഥനയിലും ധ്യാനത്തിലും കഴിഞ്ഞുകൂടുകയായിരുന്നു ഹാജിമാർ. ഇന്ന് അറഫ ലക്ഷ്യമാക്കിയുള്ള പ്രയാണത്തിലാണ് ഹാജിമാർ. മക്കയിൽ നിന്നും ഏതാണ്ട് 18 കിലോമീറ്റർ അകലെയുള്ള അറഫയിലേക്കാണ് ഹാജിമാർ നീങ്ങുന്നത്. ഇന്ന് ഉച്ചയോടെ ലോകത്തിന്റെ നാനാദിക്കിൽ നിന്നെത്തിയ ഹാജിമാർ അറഫയിൽ സംഗമിക്കും. അറഫയുടെ അതിർത്തിയിലുള്ള നമിറ പള്ളിയിൽ ഇന്ന് ഉച്ചയ്ക്ക് വാർഷിക ഹജ്ജ് പ്രഭാഷണം നടക്കും. പ്രവാചകൻ മുഹമ്മദ് നബിയുടെ വിടവാങ്ങൽ പ്രഭാഷണത്തെ അനുസ്മരിപ്പിക്കുന്ന പ്രഭാഷണത്തിന് നേതൃത്വം നൽകുന്നത് സൗദിയിലെ പണ്ഡിതനും മദീന പള്ളി ഇമാമുമായ ഷെയ്ഖ് അലി ബിൻ അബ്ദുൽ റഹ്മാൻ അൽ ഹുദൈഫിയാണ്. ഹാജിമാരോടുള്ള അറഫ പ്രഭാഷണം ലോക മുസ്ലിങ്ങളോടുള്ള പ്രഭാഷണമായാണ് കണക്കാക്കുന്നത്. കാരണം ഹജ്ജിനായെത്തിയ ഹാജിമാരെല്ലാം അറഫയിൽ സംഗമിക്കുമ്പോൾ അവരൊക്കെ ലോകത്തിന്റെ ഓരോ ഭാഗത്തു നിന്നുള്ള ഹാജിമാരെ പ്രതിനിധീകരിക്കുന്നവരായാണ് കണക്കാക്കുന്നത്. ശരി, ജാഫർ അലി പാലക്കോടാണ് വിശദ വിവരങ്ങൾ പങ്കുവച്ചത്. അറഫ സംഗമവുമായി ബന്ധപ്പെട്ട വിശുദ്ധ ഹജ്ജ് കർമ്മങ്ങൾ പുരോഗമിക്കുകയാണ്. എല്ലാ ഹാജിമാർക്കും ആശംസകൾ നേരുന്നു. സുഗമമായി ഈ ചടങ്ങുകൾ പൂർത്തിയാക്കി തിരികെ എത്താൻ.